ഈ പശുവിനെ അയച്ചു വിട്ടു. അയ്യോ കാല്. അപ്പൊ സാധാരണ അങ്ങനെ അഴിച്ചു വിടാറൊക്കെ ഉള്ളതാണ്? അയച്ചു വിടാറുള്ള എന്നും നേരത്തെ വന്നതാ. നേരത്തെ എന്നും വരും. ഇന്നലെ പുള്ളിക്കാരത്തി വന്നപ്പോ താമസിച്ച് ഈ പശു വന്നോടത്തോടെ അല്ല പുള്ളിക്കാരത്തി പോയത്. ഇതിപ്പോ നമുക്ക് ഇനിയിപ്പോ 3 പേരും തിരിച്ചു കിട്ടിയതുകൊണ്ട് ആശ്വാസമായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പണിയൊക്കെ ഒപ്പിച്ച് പശു എവിടെയാന്നുള്ളത്. പശു ഈ തൊഴുത്തില് സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സേഫായിട്ട് മാളു എന്നാണ് പേര്. അപ്പോൾ ഈ മാളു ആണ് ഈ പ്രശ്നമൊക്കെ ഒപ്പിച്ച ആളെന്ന് വേണമെങ്കിൽ പറയാം. മാളു ഇപ്പോൾ സേഫായിട്ട് തൊഴുത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെയല്ല അതിന് മുമ്പത്തെ ദിവസം ഇവിടെ നിന്ന് അഴിച്ചു വിട്ടതാണ് മേയാനായിട്ട്. രാത്രിയായിട്ടും തിരിച്ചു വന്നില്ല. പോന്നു. ഇവര് ഇതിലേക്ക് ഇറങ്ങിപ്പോയി. ഇവര് 3 മണിയായിട്ടും വന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് സംശയം വന്നേ. പിന്നെ ഇവര് നേരത്തെ തെരഞ്ഞു പോയി. ആ സമയത്ത് തന്നെ വേറൊരു വഴി കൂടെ മാളു തിരിച്ചു തൊഴുത്തിലെത്തി. മാളും കൂടെ പോന്നു. ഇവര് വേറെ വഴിക്കും പോയി. ഇവര് തമ്മിൽ കൂട്ടുമുട്ടിയില്ല. അപ്പൊ കൊച്ചിന്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, അമ്മേ മാളു വന്നു, അമ്മയും കൂടെ വാന്നു പറഞ്ഞു. അപ്പൊ ഇവരിവിടെ അടുത്തുവരെ വന്നു. ഇവിടെ അടുത്തുവരെ വന്നപ്പോ കണ്ട ആന വിളിക്കും. ആനേനെ കാണുമെന്തോ ചെയ്തു. ആനേനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവര് ഓടി തിരിച്ചങ്ങോട്ട് പോയിട്ട് പിന്നെ ഇവർക്ക് വഴി നിശ്ചയം കിട്ടിയില്ല. പിന്നെ ഇവരങ്ങ് പോയി എങ്ങാണ്ട് പറയുടെ മുകളിൽ കയറി. അപ്പൊ ഈ കൂല് ഇടയ്ക്ക് കേട്ടു എന്ന് പറഞ്ഞേ. കൂല് കേട്ടിട്ട് ഇറങ്ങി വരാൻ ഈ വലിയ നായാട്ടുകാർ അങ്ങനെയൊക്കെ ആയിരുന്നു. പേടിച്ചവിടെ ഇരുന്നു. ഈ പശു എത്തിയപ്പോ തന്നെ നിങ്ങൾ വിവരം അറിയിച്ചിരുന്നു അല്ലെ? പശു സേഫ് ആയിട്ട് വീടെത്തിന്ന് അറിയിച്ചിരുന്നു. അവർക്ക് വഴി തെറ്റിപ്പോയി. അവർക്ക് വഴി കിട്ടിയില്ല. വഴി മാറിപ്പോയി. നേരത്തെ ഞങ്ങൾ ചോദിച്ചു, മായ ചേച്ചിനോട് ചോദിച്ചപ്പോ പറഞ്ഞു എന്തുകൊണ്ടാ ഈ പശുവിനെ തേടി അങ്ങനെ സ്ഥിരം പോയെന്ന് വെച്ചപ്പോ കറവയുള്ള പശുവാണ്, അങ്ങനെ ഒറ്റക്കിട്ടിട്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കറവയുണ്ട്. ഇപ്പൊ ഇതും കൊണ്ടാ ജീവിച്ചു പോണത്. ഇപ്പൊ അവന് സുഖമില്ലാതെ പണിയാനൊന്നും പോണില്ല. അപ്പൊ ഈ കറവയും കാര്യങ്ങളുമായിട്ടാണ് ഉപജീവന മാർഗ്ഗമാണ്. പിന്നെ മാത്രമല്ല വളർത്തുന്ന പശു എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായിരിക്കും. അത് അവള് പശു എന്ന് പറഞ്ഞാൽ ജീവനാ. അവൾക്ക് ഒരെണ്ണം വേണം നിർബന്ധം. എപ്പോഴും പശുവിനെ വളർത്തുന്ന ആളാണ്. പശുവിനെ അവൾക്ക് അല്ലെങ്കിൽ ഒരു പോത്തുണ്ടാവും. ആടായിരുന്നു. ആടിനെ വിറ്റിട്ടാണ് ഇപ്പൊ പശുവും പോത്തിനെ കഴിഞ്ഞ ദിവസം വിറ്റത്. അപ്പൊ എന്തായാലും ഇപ്പൊ സമാധാനമായി അല്ലേ? എല്ലാവർക്കും സമാധാനമായി, സന്തോഷായി. ഞങ്ങളൊക്കെ പേടിച്ചു. ഞങ്ങൾ അടിമാലിൽ നിന്ന് വന്നതാ. ഇത് അറിഞ്ഞിട്ടോടി വന്നതാണ്. അറിഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നത് 9:30-10 മണിയായി ഇവിടെ വരുമ്പോ. എന്തായാലും ഇതാ വലിയ ആശ്വാസമുണ്ട് എല്ലാവർക്കും. കാരണം ഈ ഒരു രാത്രി മുഴുവൻ എല്ലാവരും തെരച്ചിലായിരുന്നു. കാടിനകത്ത് വളരെ ദുഷ്കരമായ സാഹചര്യം. എവിടെയാണ് എന്താണെന്നൊന്നും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ നിന്നാണ് 3 പേരെയും കണ്ടെത്തി തിരിച്ചു വന്നപ്പോൾ പിന്നെ നമുക്ക് പശുവിനെ അല്പം കുറ്റം പറഞ്ഞാലൊന്നും കുഴപ്പമില്ലാത്തൊരു സാഹചര്യമായി. കാരണം എല്ലാവരും സേഫായിട്ട് വന്നില്ല. അപ്പോൾ ഈ മാളുവാണ് പണിയൊക്കെ ഒപ്പിച്ചത്. മാള് പക്ഷേ സേഫായി 12 മണിയോടുകൂടി തന്നെ തിരിച്ച് കാടിറങ്ങി വീട്ടിലേക്ക് എത്തി. പക്ഷേ മാളുവിനെ തേടിപ്പോയതായിരുന്നു മായിയും ഡാർലി ചേച്ചിയും പാർക്കുട്ടിയും ഒക്കെ, പാർക്കുട്ടി അമ്മയും ഒക്കെ. 3 പേർക്കും വഴിതെറ്റി. അങ്ങനെ 3 പേരും കാടിനകത്ത് അകപ്പെട്ടു. ഏതാണ്ട് 18 മണിക്കൂറോളം നീണ്ട തെരച്ചിലായിരുന്നു. വൈകുന്നേരം 4 മണി മുതൽ തെരച്ചിൽ ആരംഭിച്ചു. മകനും നാട്ടുകാരും എല്ലാവരും ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചു. ആ തെരച്ചിലിനൊടുവിലാണ് പുലർച്ചെയോടെ 7:30 കൂടി ഈ 3 പേരെയും കണ്ടെത്തുന്നത്. നാട്ടുകാരുടെ സംഘമാണ്. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം റിയ. ഇവർ 3 പേരും സുരക്ഷിതമായി തിരിച്ചെത്തി. ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, വളരെ സാഹോദര്യത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ. അതിൽ ഒരാളുടെ പശുവാണ് കാണാതെ പോയത്. പകരം അന്വേഷിച്ചു പോകുന്നത് ഈ സുഹൃത്തുക്കൾ, സഹോദരിമാർ ആയി ജീവിക്കുന്ന ഈ 3 പേരും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ കാട് കയറി പോകുന്നതിനിടയ്ക്കാണ് അവർക്ക് വഴിതെറ്റിയതും. അവരെ കാത്ത് നാടൊന്നടങ്കം വന്നു എന്നതാണ്. ജാതി മത പ്രായ ഭേദം അന്യേ എല്ലാ മനുഷ്യരും എത്തി. എല്ലാവരും ആശ്വാസ വാക്കുകളുമായി ഒപ്പം നിൽക്കുന്നു, പ്രതീക്ഷയോടെ ഒപ്പം നിൽക്കുന്നു. ആ പ്രതീക്ഷ കൈവിടാതെ കുടുംബത്തിന് താങ്ങായി നിൽക്കുന്നു. ഈ കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് മലയാളികൾ പൊളിയാണ്. പിന്നെ മാധ്യമപ്രവർത്തകരെ കണ്ടു പേടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നേരത്തെ ആരോ പറയുന്നുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരും ആശങ്കയോടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ. ഏതായാലും ഈ ആശങ്കയ്ക്ക് ഒരു അവസാനമായി എന്നതിലുള്ള സന്തോഷം മറച്ചു വയ്ക്കുന്നില്ല.